ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. 3 kg വരുന്ന ഒരു 3 ടയർ വെഡ്ഡിങ് കേക്കാണിത്. ഉള്ളിൽ കൊടുത്തേക്കുന്നത് വാനില ഫ്ലേവറിലുള്ള കേക്കാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന വാനില സ്പഞ്ചാണ്, അതുകൊണ്ട് തന്നെ റെസിപ്പി കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 1 kg മെഷർമെൻറ്റ് വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ 12 എഗ്ഗ് വെച്ചിട്ടാണ് ഈ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് 3 ടിന്നിലായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 9 ഇഞ്ച്, അതുപോലെ 7 ഇഞ്ച്, പിന്നെ 5 ഇഞ്ച്, അങ്ങനെ 3 ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാ ടിന്നിലും ഒരു 1/4 ഭാഗം വരുന്ന അത്രയും ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തതിന് ശേഷം സാധാരണ വാനില കേക്ക് എങ്ങനെയാണോ നമ്മൾ ലെയർ ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ലെയർ ചെയ്തിട്ടുള്ളത്. ലെയർ ചെയ്ത് നന്നായിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി ഈ കേക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് ആ കേക്ക് ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് വൈറ്റ് കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ മാജിക് റെഡിൽ നിന്ന് ഒരു 2 ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സെക്കൻഡ് ടയറായിട്ട് ചെയ്തിട്ടുള്ള ആ 7 ഇഞ്ച് ടിന്ന് ചെയ്തിട്ടുള്ള കേക്കിലാണ്. അപ്പോൾ ആ 7 ഇഞ്ച് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു ക്രീം ഫുള്ളായിട്ടൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഇതുപോലെ ഡയറക്റ്റ് സ്പാച്ചിൽ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സൈഡ് ഭാഗം എല്ലാം ക്രീം കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മേൽഭാഗത്തേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലുള്ളൊരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് സൈഡ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മേളിലോട്ട് ഇത് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ക്രീമിനെ ഒന്ന് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മെല്ലെ ഒന്ന് വടിച്ചെടുക്കുക. വീണ്ടും നമ്മുടെ കേക്ക് നല്ലതുപോലെ ഒന്ന് ഫിനിഷാക്കി കൊടുക്കാം. ഇപ്പം എന്തേ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു കോമ്പ് ഉപയോഗിച്ചിട്ട് സൈഡ് ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം എന്തേ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ലെയറിൽ കൊടുത്ത ആ ഒരു ക്രീം ബാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ഡ്രോപ്പ് കൂടെ റെഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് ഡാർക്ക് റെഡാണ് വേണ്ടത്. അപ്പോൾ വീണ്ടും ഒരു 2 ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 4 ഡ്രോപ്പ് കളർ ചേർത്തിട്ടാണ് ഈ ഒരു ക്രീം മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം 5 ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള ആ ഒരു കേക്കിലേക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഏറ്റവും മുകളിൽ വരുന്ന ടയറാണ്. അപ്പോൾ ആ ഒരു കേക്കിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏറ്റവും മേളത്തെ ടയറും ഫിനിഷ് ചെയ്തു. ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് സെറ്റ് ആകാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേക്കുകളെല്ലാം. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. അതിനുശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് ഓരോ ടയറും സ്റ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ടയറിലേക്ക് ഞാനിതുപോലെ സ്ട്രോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സെക്കൻഡ് ടയർ ഇതുപോലെ എൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഏത് രീതിയിലാണ് വെച്ച് കൊടുക്കുന്നതെന്ന്. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കേക്ക് സ്റ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും മേളത്തെ ടയർ ഞാനൊന്ന് വെച്ച് കൊടുത്തു. കേക്ക് കറക്റ്റ് ലെവൽ ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു സ്പാച്ചില പുറത്തേക്ക് വലിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ 3 ടയർ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വർക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ N1 നോസിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ടിട്ട്
വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന റോസറ്റാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും താഴത്തെ ടയർ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്രീമൊന്നും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. റോസറ്റ് കൊടുക്കുന്ന ഏതൊരു കേക്കും ക്രം കോട്ട് ചെയ്ത് മാത്രം എടുത്താൽ മതിയാകും. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ റോസറ്റ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമുക്ക് റോസറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റോസറ്റ് ഡിസൈൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി വേറൊരു പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ ഏറ്റവും മേളിൽ ടയർ കൊടുത്തിട്ടുള്ള ആ ഒരു റെഡ് കളർ ബാക്കി വന്ന ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് ടിപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സെക്കൻഡ് ടയറിലുള്ള കേക്കിലേക്ക് ഓരോരോ ഡ്രോപ്പായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിനുവരെ നിങ്ങൾക്ക് ഷുഗർ ബോൾസ് ആയാലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതേ ക്രീം ഉപയോഗിച്ചിട്ട് തന്നെ ഏറ്റവും മേളിലത്തെ ടയറിൽ ഇതുപോലെ ജസ്റ്റ് ചെറിയ ചെറിയ ഡിസൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വരച്ചു കൊടുക്കാം. ഇപ്പം മെഹന്തിയൊക്കെ ഇടാൻ അറിയാമെന്നുള്ളവർക്ക് അതുപോലുള്ള മെഹന്തിയുടെ ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ വരച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ചുമ്മാ ഓരോരോ വര ഇങ്ങനെ വരച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കേക്കിൽ ഓൾമോസ്റ്റ് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള കുറച്ച് ഷുഗർ ബോൾസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പ്ലക്കറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലക്കർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഓരോ ഷുഗർ ബോൾസും റോസറ്റിൻ്റെ സെൻറ്റർ പോർഷനിൽ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ടൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഓരോ ഷുഗർ ബോൾസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. കൈ കൊണ്ട് വയ്ക്കുമ്പോഴത്തേന് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ക്രീമൊക്കെ നമ്മുടെ കൈ തട്ടി ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഷുഗർ ബോൾസ് വെച്ചതിന് ശേഷമുള്ള ആ ഒരു ലുക്ക്. ഇനി കുറച്ച് ഷുഗർ ബോൾസ് ഏറ്റവും മേളത്തെ ടയറിലും ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. ബിഗിനേഴ്സിന് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ഒരു മോഡലാണിത്. വേറെ ഒരുപാട് വർക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ ഷുഗർ ബോൾസൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വൈറ്റ് കളർ ക്രീം എടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ബാഗിൻ്റെ ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഏറ്റവും മേളിൽ ആ ഒരു ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ബോർഡർ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങൾക്ക് വലിയ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ വൈറ്റ് കളറിലെ, അതും വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ബോർഡറൊക്കെ വരച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു സ്പേസിലേക്ക് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കേക്കിൻ്റെ വർക്കൊക്കെ ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കൊരു വെഡ്ഡിങ് ടോപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വെഡ്ഡിങ് കേക്കാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.